വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര എന്നോണം ആരംഭിച്ച ഒരു ബൈബിൾ സീരീസ് അല്ലെങ്കിൽ ഒരു പഠന പരമ്പരയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൽ 28 അധ്യായങ്ങളും 1071 വാക്യങ്ങളുമുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൽ തുടങ്ങി യേശുക്രിസ്തുവിൽ വന്ന് അവസാനിക്കുന്നത് വരെയുള്ള 3 ഘട്ടങ്ങളായിട്ട് വംശാവലി വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറഞ്ഞു തുടങ്ങുമ്പോൾ അബ്രഹാമിൽ തുടങ്ങി യേശുക്രിസ്തുവിൽ അവസാനിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ആ വംശാവലി യേശുവിൽ തുടങ്ങി ആദമിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഒരു മനുഷ്യനായി വന്ന യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് ലൂക്കോസ് പറയുന്നതെങ്കിൽ യഹൂദന്മാരുടെ രാജാവായിട്ട് 100% യഹൂദനായും വന്ന യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് മത്തായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മത്തായി സുവിശേഷം എഴുതുന്നത് ഇസ്രായേൽ ജനത്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടിയാണ്. മോശെ തുടങ്ങി യഹൂദന്മാരുടെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ, തിരുവെഴുത്തുകളെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനവും യഹൂദന്മാരുടെ അതിമഹത്തായ വാഗ്ദത്തവുമാണ് അവരുടെ രാജാവായിട്ട്, വെറുമൊരു രാജാവായിട്ടല്ല, ദൈവം ഒരു നിത്യരാജാവായിട്ട് അവരുടെ ഇടയിൽ വന്ന് അവർക്കൊരു രാജ്യം യഥാസ്ഥാനത്താക്കി അവരെ ഭരിക്കുന്ന അനുഗ്രഹമേറിയ നല്ല ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയും അവരുടെ വാഗ്ദത്തവും ആണ് മശിഹ രാജാവായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ കാലത്തെയും പ്രതീക്ഷ എന്ന് പറയുന്നത് മശിഹ രാജാവായിട്ട് വരും എന്നതാണ്. എന്നാൽ മശിഹ വന്നപ്പോൾ അവർ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. ഇസ്രായേൽ ജനം ബഹുഭൂരിപക്ഷം പേരും, ചില വ്യക്തികൾ ഒഴികെ, ചിലരൊഴികെ, വിരലിൽ എണ്ണാവുന്ന ചിലരൊഴികെ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ മുഴുവൻ ഇസ്രായേലും മശിഹായെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന വണ്ണമല്ല മശിഹ വന്നത്. അതിനും ഒരു കാരണമുണ്ട്. പഴയ നിയമ തിരുവെഴുത്തുകളിൽ മശിഹ വരുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വിധത്തിലാണ്. അതിലൊന്ന്, മശിഹ ഒരു ദാസനായി വരും എന്നുള്ളതാണ്. സകല മാനവരാശികളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി പ്രാരംഭമായി മശിഹ ദാസരൂപമായി, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് വരും എന്നുള്ളതാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ദാസനാകണം എന്നുള്ളത്, ഒരു ശുശ്രൂഷകനാകണം എന്നുള്ളത് ദൈവം മശിഹായെക്കുറിച്ച് എഴുതി വച്ചിരുന്ന പ്രവചനവുമാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ അത് മുൻനിർണയിച്ച നിർണയവുമാണ്. അതാണ് തൻ്റെ 33.5 തിരുവയസ്സിൽ ഏകദേശം 3.5 വർഷത്തെ തൻ്റെ ശുശ്രൂഷയിൽ മശിഹ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന അവസാന ആ അത്താഴ സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളവും അരയിലൊരു തുവർത്തും ആയിട്ട് അവരുടെ പാദങ്ങളുടെ കീഴിലിരുന്ന് അവരുടെ പാദങ്ങളെ കഴുകുക എന്നുള്ളത് ഒരു
ഏറ്റവും താണ ഒരു ശുശ്രൂഷകൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് മശിഹ ചെയ്തത്. അപ്പോൾ ഒരു ദാസനായിട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ശരിക്കും ഇസ്രായേലിനില്ലായിരുന്നു. അവർ രാജാവായിട്ട് തന്നെ വരുന്ന മശിഹയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ രണ്ട് വിധത്തിലാണ് മശിഹയുടെ ആഗമനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത്. ഒന്ന് മശിഹ ദാസനായിട്ടും മറ്റൊന്ന് രാജാവായിട്ടും വരുമെന്നുള്ളത്. എന്നാൽ ദാസനായിട്ട് വന്നു, ഇനിയാണ് മശിഹ രാജാവായിട്ട് വരുന്നത്. ആ കാര്യം അന്ന് 2000 വർഷത്തിന് മുൻപ് യഹൂദന്മാർ തിരിച്ചറിയാതെ പോയി. നസറേത്തുകാരനായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു എങ്കിലും നസറേത്ത് എന്ന ഗ്രാമത്തിൽ വളർന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. നസറേത്തിൽ വളരുവാനുള്ള പ്രത്യേക കാരണങ്ങളൊക്കെയുണ്ട്. അതെല്ലാം ഈ ചെറിയ സീരീസിൽ ചെറിയ വീഡിയോയിൽ വിശദീകരിക്കുവാൻ കഴിയുന്നതല്ല. അത് പ്രധാനപ്പെട്ട പഠന ഭാഗവും കൂടിയാണ്. പക്ഷെ ചരിത്രപരമായ കാര്യങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ അത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. നസറേത്തിൽ ചെന്ന് യേശു ക്രിസ്തു വളരുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനു മുൻപേ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ വിശുദ്ധ കന്യക മറിയവും അതുപോലെ യോസേഫും അവരുടെ കുടുംബം, അല്ലെങ്കിൽ മശിഹ ജനിക്കുവാനുള്ള ആ വിശുദ്ധ കുടുംബം ഈ ഭൂമിയിൽ നസറേത്ത് എന്ന പട്ടണത്തിൽ പ്രധാനമായി പോയി താമസിക്കുവാൻ കാരണങ്ങൾ ഏറെയാണ്. ആ സാഹചര്യത്തിൽ യേശു അവിടെ വളരുകയും ആ ഒരു പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് നദനയേൽ ചോദിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു തച്ചൻ്റെ മകനായിരിക്കുന്ന, പുറം ലോകത്തിന് അങ്ങനെയാണ് അറിയാവുന്നത്, തച്ചൻ്റെ മകനായിരിക്കുന്ന യേശു ഞാനാണ് നിങ്ങളുടെ വാഗ്ദത്ത മശിഹ എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന വണ്ണമല്ല യേശു ക്രിസ്തു വന്നത് അവരുടെ മുൻപിൽ പ്രത്യക്ഷനായത്. തികച്ചും ദാസനായിട്ടാണ്, ഒരു ശുശ്രൂഷകനായിട്ടാണ് യേശു ക്രിസ്തു അവരുടെ ഇടയിൽ വന്നത്. എന്നാൽ താൻ മശിഹയാണ്, താൻ ദൈവപുത്രനാണ്, സാക്ഷാൽ ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിലൂടെ പറയുകയും സുവിശേഷത്തിലൂടെ പറയുകയും അതുപോലെ തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് തനിക്ക് ആ വെളിപ്പാടുകൾ താൻ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് 12 അല്ലെങ്കിൽ 11 ശിഷ്യന്മാർക്ക് മാത്രമാണ്. ആദ്യ സമയത്ത്, പ്രാരംഭ സമയത്ത്, ക്രൂശീകരണത്തിന് മുൻപ് തന്നെക്കുറിച്ച് ജനങ്ങൾ ആരാണെന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പ്രവാചകനെന്നും അങ്ങനെ പല നിലയിൽ അവർ പല ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചപ്പോൾ വിശുദ്ധ പത്രോസ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. അത് യേശു അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടല്ല, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിലൂടെ അവർ കണ്ടും കേട്ടും അനുഭവിച്ചും അവർ മനസ്സിലാക്കി പിതാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് വാഗ്ദത്ത മശിഹയാണ്, സാക്ഷാൽ ദൈവപുത്രനാണ്, ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന ജാതിയുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ ഈ വന്ന നസറേനായ യേശു അവർ പ്രതീക്ഷിച്ചിരുന്ന അവരുടെ വാഗ്ദത്ത മശിഹയാണ് എന്ന് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ ആ തിരുവെഴുത്തിലെ പ്രവചന ഭാഗങ്ങൾ ഓരോന്നും അവർക്ക് പൊരുള് തിരിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ ഒരു പ്രധാന ദൗത്യമാണ് വിശുദ്ധ മത്തായി ചെയ്തതും തൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിൽ 28 അധ്യായങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥത്തിൽ മത്തായി വെളിപ്പെടുത്തി കൊടുത്തതും ആ കാര്യമാണ്. യേശുവാണ് മശിഹ എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ സന്തതിയിൽ ജനിക്കണം മശിഹ. അപ്പോൾ ഇസ്രായേൽ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അങ്ങനെയെങ്കിൽ മശിഹ അബ്രഹാമിൻ്റെ സന്തതിയിൽ വന്ന് ജനിക്കണം. മറ്റൊന്ന്, രാജാവായിട്ട് വരണം. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ രാജവംശം എന്ന് പറയുന്നത് ദാവീദിൻ്റെ കുടുംബമാണ്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ കൊച്ചുമകനായിട്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന ദാവീദിൻ്റെ മകൻ്റെ മകൻ എന്ന നിലയിൽ അടുത്ത് വരുന്ന രാജാവായിട്ട് വരണമെങ്കിൽ അതേ കുടുംബത്തിൽ, അതേ ഭവനത്തിൽ, അതേ
വീട്ടിൽ മശിക ജനിക്കണം. അപ്പോൾ ഈ മശിക ജനിക്കണമെങ്കിൽ ദാവീദിൻ്റെ വീട്ടിൽ ജനിക്കണം. മശിക ബത്ലഹേമിൽ ദാവീദിൻ്റെ വീട്ടിൽ ജനിച്ചുവോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുമ്പോൾ ഈ വംശാവലി ഏറ്റവും ഇസ്രായേൽ ജനത്തിന് പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്രായേൽ വംശത്തിൽ ദാവീദ് രാജാവിൻ്റെ ആ ഗോത്രത്തിൽ അല്ലെങ്കിൽ ആ ഭവനത്തിൽ ആ വീട്ടിൽ ദാവീദിൻ്റെ പുത്രനായി യേശു ക്രിസ്തു ജനിച്ചു. രാജാതി രാജാവായിട്ട് ജനിച്ചു. ആ വംശാവലിയുടെ ഷോർട്ട് ഫോമാണ്. തുടർന്നുള്ള 16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വംശാവലിയുടെ മുഖവുരയാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 17 വരെയുള്ള വാക്യങ്ങളും വംശാവലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.